بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد പരിശുദ്ധ ഖുർആനിൽ പാരായണപരമായി അറിയേണ്ട നിയമങ്ങൾ അല്പാൽപമായി പഠിച്ചു വരികയാണ് നമ്മൾ. പാരായണ നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദീർഘങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ദീർഘത്തിൻ്റെ ഇനങ്ങൾ. ഇതിൽ പ്രധാനപ്പെട്ട പല ദീർഘങ്ങളും നമ്മൾ വിശദമായി തന്നെ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അൽ മദ്ദുൽ ആരിദു ലിസ്സുകൂൻ എന്ന ദീർഘത്തെക്കുറിച്ചാണ്. ആരിദായ ദീർഘം. ആരിദ് എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായത്, താൽക്കാലികം എന്നൊക്കെയാണ് അർത്ഥം. പെട്ടെന്നുണ്ടായത്, അതാണ് ആരിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താൽക്കാലികമായ, പുതുതായി ഉണ്ടാകുന്നതായ ദീർഘം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക കാരണം ഉള്ളതിനാൽ തൽക്കാലത്തേക്ക് ഉണ്ടാകുന്ന ദീർഘം. ആ കാരണം നീങ്ങുമ്പോൾ ആ ദീർഘം ഒഴിവാകുകയും ചെയ്യുന്നു. അതാണ് മനസ്സിലാക്കുവാനുള്ളത്. നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഹുവ അൻ യഅതിയ ഹർഫുൽ മദ്ദി വബഅദഹു ഹർഫുൻ സാകിനുൻ സുകൂനൻ ആരിദാ ബിസബബിൽ വഖഫി. ഹുവ അൻ യഅതിയ ഹർഫുൽ മദ്ദി, അത് അൽ മദ്ദുൽ ആരിദു ലിസ്സുകൂൻ എന്ന് പറയുന്ന ദീർഘം, അത് ദീർഘാക്ഷരം വരലും വബഅദഹു ഹർഫുൻ സാക്കിനുൻ, അതിനുശേഷം സാക്കിനായ ഒരു ഹർഫ്, സുകൂൻ നൽകപ്പെട്ട ഒരു അക്ഷരം ഉണ്ടാവലുമാണ്. സുകൂനൻ ആരിദൻ ബിസബബിൽ വഖഫി, വഖഫ് കാരണമായി താൽക്കാലികമായ സുകൂൻ, വഖഫ് കാരണമായി പുതുതായി ഉണ്ടായ താൽക്കാലികമായ സുകൂൻ ഉള്ള ഒരക്ഷരം ദീർഘാക്ഷരത്തിനു ശേഷം വരലാകുന്നു ഈ അൽ മദ്ദുൽ ആരിദു ലിസ്സുകൂൻ എന്ന ദീർഘം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നഹ്വു, ഉദാഹരണം, അൽ ബയാന എന്നിടത്ത് നമ്മൾ വഖഫ് ചെയ്യുന്നു. അൽ ബയാൻ അല്ലേ, സൂറത്തുർ റഹ്മാന്റെ തുടക്കത്തിലാണ്. അല്ലമഹുൽ ബയാൻ, അല്ലമഹുൽ ബയാന എന്ന ഫത്ഹ നൽകപ്പെട്ട അക്ഷരത്തിൻ്റെ ആ നൂനിന് തൽക്കാലത്തേക്ക് സുക്കൂൻ വരികയാണ് വഖഫിന് വേണ്ടി. അതുകൊണ്ടാണ് നമ്മളവിടെ ദീർഘം നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുന്നത്. അപ്പോൾ ഇത് താൽക്കാലികമാണ്. വഖഫ് ചെയ്യാതെ വസ്ല് ചെയ്യുകയാണെങ്കിൽ ആ ദീർഘം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ വാവ് വന്ന ഉദാഹരണം, തഅമലൂന എന്നിടത്ത് വഖഫ് ചെയ്യുമ്പോൾ തഅമലൂൻ എന്ന് ദീർഘം നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുന്നു. അതുപോലെ നസ്തഈനു എന്നിടത്ത് നമ്മൾ നസ്തഈൻ എന്ന് ദീർഘിപ്പിച്ചുകൊണ്ട് വഖഫ് ചെയ്യുന്നു. ഇനി എന്താണ്, എത്രയാണ് ഇത് ദീർഘം നൽകേണ്ടത് എന്നതാണ്. വയുമദ്ദുൽ ആരിദു ലിസ്സുകൂനി, അൽ ആരിദു ലിസ്സുകൂൻ എന്ന ദീർഘം ദീർഘിപ്പിക്കപ്പെടുന്നത് ബിമിഖ്ദാരി ഹറകതൈനി ഔ അർബഅ ഔ സിത്ത് ഹറകാത്ത്, 2 ഹറക്കത്തിൻ്റെ അളവിലോ 4 ഹറക്കത്തിൻ്റെ അളവിൽ മിതത്വമോ 6 ഹറക്കത്തിൻ്റെ അളവിൽ പൂർത്തീകരിച്ച് ഇഷ്ബാ ചെയ്യുകയോ ആകാം. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഖസ്ർ ചെയ്യാം, 4 ഹറക്കത്തിൻ്റെ അളവിൽ തവസ്സുത്ത് സ്വീകരിക്കാം, 6 ഹറക്കത്തിൻ്റെ അളവിൽ എന്ത് ചെയ്യാം, ഇഷ്ബാ ചെയ്ത് പൂർത്തിയാക്കുകയുമാവാം.
ഇതാണ് അൽ മദ്ദുൽ ആരിദ് ലിസ്സുക്കൂൻ്റെ മിഖ്ദാർ, അതിൻ്റെ തോത്, അതിൻ്റെ അളവ്, ദീർഘത്തിൻ്റെ അളവ്. അപ്പോൾ ഈ മൂന്ന് രീതിയിൽ ഏതും നമുക്ക് സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നർത്ഥം. ഒന്നുകിൽ 2 ഹറക്കത്തിൽ മാത്രം മതിയാക്കാം, അതല്ലെങ്കിൽ മിതത്വം സ്വീകരിച്ച് അങ്ങനെ പോകാം. അതുമല്ലെങ്കിൽ പൂർത്തിയാക്കി 6 ഹറക്കത്തിൻ്റെ അളവ് വരെ നീട്ടാം. വൽ ഔലാ ലിൽ ഖാരിഇ അൻ യഖ്സുറ അൽ ആരിദ ഫിൽ ഹദർ. ഖാരിഇന്, പാരായണക്കാരന് ഉത്തമമായ കാര്യം എന്താണ്? ഹദർ ചെയ്യുമ്പോൾ വേഗത്തിൽ ഓതുന്ന രീതിയാണല്ലോ ഹദർ എന്ന് പറഞ്ഞാൽ. ഹദറിൽ ഖസ്ർ ചെയ്യുക, 2 ഹറക്കത്തിൻ്റെ അളവിൽ മതിയാക്കുക എന്ന രീതി സ്വീകരിക്കലാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, അഭികാമ്യമായിട്ടുള്ളത്. വയുവസ്സിതഹു ഫിത് തദ്വീർ, അല്പം കൂടി വേഗത്തിൽ ഓതുന്ന തദ്വീർ എന്ന രീതി സ്വീകരിക്കുകയാണെങ്കിൽ, അല്പം കൂടി വേഗത കുറച്ചുകൊണ്ട്, ഹദറിനേക്കാളും അല്പം വേഗത കുറച്ച് ഓതുന്ന രീതിയാണെങ്കിൽ അതിൽ തവസ്സുത്ത് സ്വീകരിക്കുക, 4 ഹറക്കത്തിൻ്റെ അളവിൽ മതിയാക്കുക എന്നതാണ് അഭികാമ്യമായത്. വയുതവ്വിലഹു ഫി തഹ്ഖീഖ്, എന്നാൽ വളരെ സാവധാനത്തിൽ ഓതുന്ന ശൈലി അനുസരിച്ച് തഹ്ഖീഖ് ചെയ്തുകൊണ്ടാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക എന്നതാണ് അഭികാമ്യമായിട്ടുള്ളത്. ലിതതനാസബൽ ഖിറാഅ, ആ പാരായണത്തോട് കൂടുതൽ അത് യോജിച്ചു വരുവാൻ വേണ്ടി, ഈ ദീർഘം അല്ലെങ്കിൽ പാരായണം അനുയോജ്യമായി വരുവാൻ വേണ്ടി എന്നാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, وإذا ابتدأ القارئ تلاوته بأحد المقادير الثلاثة السابقة للمد العارض للسكون. അപ്പോൾ 2 കാര്യമാണ്. ഒന്നാമതായി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞതുപോലെ ഹദറിൽ ഖസ്റും തദ്വീറിൽ തവസ്സുത്തും തഹ്ഖീഖിൽ ഇഷ്ബാഉം സ്വീകരിക്കുക എന്നത്, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ 3 രീതികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. ഒന്നുകിൽ ഖസ്ർ, അല്ലെങ്കിൽ തവസ്സുത്ത്, അല്ലെങ്കിൽ ഇഷ്ബാ. ഇതിൽ ഏത് രീതിയാണ് പാരായണക്കാരൻ തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെ ഒരു രീതി കൊണ്ടാണ് പാരായണം ചെയ്യാൻ ആരംഭിച്ചതെങ്കിൽ ഫഅലൈഹി അൻ യസ്തമിറ അലാ ദാലികൽ മിഖ്ദാർ, ആ രീതി അനുസരിച്ച്, ആ തോത് അനുസരിച്ച് പാരായണം തുടർന്നു പോവലാണ്. ഇല അൻ യുൻഹിയ തിലാവതഹു, പാരായണം അവസാനിപ്പിക്കുന്നത് വരെയും അയാൾക്ക് അഭികാമ്യമായത് അയാൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, തവസ്സുത്താണ്. അങ്ങനെയെങ്കിൽ തവസ്സുത്തായിക്കൊണ്ട് അങ്ങനെ പോവുക. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ തവസ്സുത്തിൻ്റെ തോതനുസരിച്ച് അവസാനം വരെ പോവുക. ഇനി അതല്ല, അല്പം വേഗത്തിൽ ഹദർ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് ഹദർ ചെയ്ത് വേഗത്തിൽ ഓതുകയാണെങ്കിൽ ഖസ്റിൽ മതിയാക്കിക്കൊണ്ട് 2 ഹറക്കത്തിൽ ഒതുക്കി എല്ലാ ആയത്തുകളും അങ്ങനെ തന്നെ തുറന്നു പോവുക എന്നതാണ് സ്വീകരിക്കേണ്ടത്. ഇനി അതല്ല, അല്പം കൂടി സാവധാനത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് പൂർത്തിയാക്കി പോവുകയോ ചെയ്യാം. ഇതിലേത് രീതിയാണോ പാരായണക്കാരൻ തിരഞ്ഞെടുക്കുന്നത് ആ രീതി അനുസരിച്ച് തുടക്കം മുതൽ അവസാനം വരെയും
തുടർന്നു പോവേണ്ടതാണ്. ഇസ്തിമ്രാർ, അങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അൽമദ്ദുൽ ആരിദ് ലിസ്സുകൂൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞു. കൂടുതൽ അറിവ് നേടുവാനും അതനുസരിച്ച് ഖുർആൻ പാരായണം ശരിയായ വിധത്തിൽ നിർവഹിക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ബിസ്മില്ലാഹ്.